ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നല്ലോ. അധികം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ട്രേഡ്സ് ഒക്കെ കിട്ടി. ഒരു 3 ട്രേഡ് എടുക്കാൻ പറ്റി ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി അറൗണ്ട് ഒരു 395 പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റി ഒരു 200 പോയിന്റ് മൂവ് ചെയ്തു. പക്ഷേ നിഫ്റ്റിയിൽ നമുക്ക് നമ്മുടെ മെത്തേഡിൽ അധികം എൻട്രീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു എൻട്രീസ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻട്രി എവിടെയായിരുന്നെന്നും നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ഇതായിരുന്നു ഇന്നത്തെ എൻട്രീസ്. ഫസ്റ്റ് എൻട്രി ഇവിടെ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫോളിന് ശേഷം വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കാണിച്ചപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ഈ ഇതായിരുന്നു ടാർഗറ്റ്. ഒരു സ്വിംഗ് ഹൈ വരെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 1:2 നമുക്ക് ടാർഗറ്റ് കിട്ടി. ചെറിയ ചെറിയ ടാർഗറ്റ് ആയിരുന്നു ഇന്നത്തെ എല്ലാം. വലിയ എൻട്രീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ എൻട്രീസ് ആയിരുന്നു എല്ലാം. അതിനുശേഷം ഒരു ഫോൾ തന്നെയായിരുന്നു. പിന്നെ ഒരു റിക്കവറി നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റിക്കവറിയിൽ നമ്മളൊരു അപ്സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തപ്പോൾ ഈ ഒരു ബൈയിങ് പ്രഷറിൽ നമ്മൾ അടുത്ത ക്യാൻഡിൽ എൻട്രി എടുത്തു. 1:2 നമുക്ക് ടാർഗറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എൻട്രി ഇതായിരുന്നു. ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഉണ്ടാക്കിയ ഒരു ലോയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ഒരു ബൈയിങ് പ്രഷറിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ ചെറിയൊരു സെൽ എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യം 1:2 ടാർഗറ്റ് തന്നു. ഇന്നെല്ലാം ചെറിയ ചെറിയ എൻട്രീസ് ആയിരുന്നു. 1:2, 1:2.5 ഒക്കെ ആയിരുന്നു ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ എൻട്രി. നിഫ്റ്റിയുടെ കേസിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നിഫ്റ്റിയിൽ. പക്ഷേ നമുക്ക് നമ്മുടെ എൻട്രി മെത്തേഡിലൊന്നും എൻട്രീസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ എൻട്രീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻട്രി മെത്തേഡ്സ് ഒക്കെ നമ്മുടെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സും എടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്രൂപ്പാണ് ഇത്. വർക്ക്ഷോപ്പ് മെമ്പേഴ്സിൻ്റെ നമ്മുടെ ഓൾറെഡി കോഴ്സ് കഴിഞ്ഞവരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരും എൻട്രീസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും എൻട്രീസ് ഒക്കെ അവരും എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനി നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ മാർക്ക് ചെയ്യാം. നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്, ഒന്ന് പറയാം ഞാൻ. 22,078 അതുപോലെ 22,047 മറ്റൊരു ചെറിയൊരു സോൺ പറയുവാണെങ്കിൽ 22,056 അതുപോലെ 22,046 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇന്ന് സോണൊന്നും ഇല്ല, ഇന്നൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മുന്നത്തെ ടച്ച് ചെയ്യാത്ത സോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെന്റം കാണിക്കാമെന്ന്. പക്ഷേ ഓർഡർ ബ്ലോക്ക് ഒരു പെർഫെക്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ല, അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ പക്ഷേ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്, താഴെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി മാത്രം നമുക്ക് കൺസിഡർ ചെയ്ത് പറയാൻ പറ്റില്ല, നിഫ്റ്റിയും കൂടെ നോക്കണം. നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റി ഡേ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ബാരിഷ്നെസ് ആയിരുന്നു, പക്ഷേ നിഫ്റ്റി ബുള്ളിഷ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ഡയറക്ഷനിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്തിട്ട് ഒരു ഡയറക്ഷൻ പറയാൻ പറ്റില്ല. പിന്നെ ഡേറ്റാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DIAയും ആയാലും FIA ആയാലും ഇപ്പോൾ ഷോർട്ട് പൊസിഷനിലാണ് കൂടുതലും. FIA കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പോൾ നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്